നടക്കുന്നതാണ്. സ്പെഷ്യൽ സമ്മറി റിവിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിലവിലുള്ള വോട്ടർ പട്ടിക നമ്മൾ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കൂട്ടിച്ചേർക്കേണ്ടവരെ കൂട്ടിച്ചേർത്തും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയും കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് കേട്ട് ഒരു ഫൈനൽ റൂൾ പബ്ലിഷ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ സമ്മറി റിവിഷൻ. എന്നാൽ അതേസമയം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അവസാനമായി നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയത് 2002 സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രീ റിവിഷൻ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടുള്ള എന്യൂമറേഷൻ ആണ്. മറ്റ് SSRന്റെ കാര്യത്തിലും BLOമാർ ഹൗസ് ടു ഹൗസ് വിസിറ്റ് ഉണ്ട്. പക്ഷെ ഇതിൽ ഹൗസ് ടു ഹൗസ് വിസിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ്. എന്യൂമറേഷൻ ഫോമുമായിട്ട് വീട്ടിലേക്ക് എത്തുക. അതായത് ഒരു വോട്ടർ പട്ടികയിൽ ഉള്ള മുഴുവൻ ആളുകളുടെയും 2025 വോട്ടർ പട്ടികയിലെ മുഴുവൻ ആളുകളുടെയും എന്യൂമറേഷൻ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ വീടുകളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതില് നമ്മുടെ സംസ്ഥാനത്ത് മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും അധികം എന്യൂമറേഷൻ ഫോം ഇതുവരെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ആ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ 462 പാർട്ടുകളിൽ ഇനിയും ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചിട്ടില്ല. BLOമാർ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 4-ാം തീയതി ആരംഭിച്ച ഈ പ്രക്രിയ ഇനിയും 462 ബൂത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ചിട്ടില്ല. അതോടൊപ്പം ആലപ്പുഴയിൽ 347 പോളിംഗ് സ്റ്റേഷനുകളിൽ ഈ ഒരു പ്രക്രിയ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ ഫിസിക്കലായിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടാവാം, പക്ഷേ നമ്മുടെ EC-നെറ്റിലേക്കുള്ള അതിനുള്ള അപ്ഡേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടിയന്തരമായിട്ട് ഈ ഇറങ്ങാത്ത ബൂത്തുകൾ ഏതാണ് എന്നുള്ളത് BLO സൂപ്പർവൈസർമാർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ BLOമാരെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ അവരെ ഈ പ്രക്രിയയുടെ ഭാഗമാക്കി അടിയന്തരമായി മാറ്റുക എന്നുള്ളതാണ് ഈ VC-യിൽ CEO ഓഫീസിന് നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ സ്പെഷ്യൽ സമ്മറി റിവിഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ BLO സൂപ്പർവൈസർമാരുടെ ഒരു പ്രവർത്തനം ഇത്രത്തോളം കാര്യക്ഷമമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമൊക്കെ നൽകിയത്. മുൻപും BLO സൂപ്പർവൈസർ എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ നാട്ടിൽ ഔപചാരികമായിട്ട് അങ്ങനെ ഒരു പ്രവർത്തനം വില്ലേജ് ഓഫീസർമാരെ നമ്മൾ ചെയ്തിരുന്നില്ല. പക്ഷേ അനൗപചാരികമായിട്ട് അതാത് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിലൊക്കെ വില്ലേജ് ഓഫീസർമാർ മുഖാന്തരം തന്നെയായിരുന്നു നേരത്തെയും BLOമാരെ കൂട്ടിയോജിപ്പിച്ചൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇത്തവണ കമ്മീഷൻ കൃത്യമായിട്ട് BLO സൂപ്പർവൈസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ആളെ കൊണ്ടുവരണം എന്ന് പറയുകയും അത് മിനിമം 10 ബൂത്തുകൾ, പരമാവധി 12 ബൂത്തുകൾ, 10 മുതൽ 12 ബൂത്തുകളാണ് ഒരു BLO സൂപ്പർവൈസർക്ക് അലോട്ട് ചെയ്യേണ്ടത്, അസൈൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി തന്നെ പറയും. എങ്കിൽ മാത്രമേ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ മിഷണറി അനുസരിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇലക്ട്രൽ റോൾ പ്രിപ്പറേഷൻ നടക്കേണ്ടത് താഴെത്തട്ടിൽ തന്നെയാണ്. ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ റോൾ പ്രിപ്പറേഷനുള്ള എല്ലാ അധികാരവും നിക്ഷിപ്തമായിരിക്കുന്നത് ഭരണഘടനാപരമായും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കാണ്. അപ്പോൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ഒരു മണ്ഡലത്തിന്റെ വോട്ടർ പട്ടികയുടെ പരമാധികാരി. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ സെക്ഷൻ 13(b)(2) അനുസരിച്ച് RP Act 1950 അദ്ദേഹത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിയോഗിക്കുന്ന PRO നിയോഗിക്കുന്ന ആളുകളാണ് BLOമാർ. അപ്പൊ അത്തരം BLOമാരെ 10 മുതൽ 12 വരെയുള്ള BLOമാരെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് 12-ൽ അധികം ആകാനും പാടില്ല, എന്നാൽ 10-ൽ താഴെ ആകാനും പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഐഡിയൽ കണക്ക്. കാരണം 12-ൽ അധികം ആയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർവൈസ് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ഒക്കെ ഒരു പ്രശ്നം വരും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കീഴിലുള്ള BLOമാർക്ക് അവരുടെ പാർട്ടുകളെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടാകണം. കൃത്യമായിട്ടും ഏതൊക്കെ പ്രദേശമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. ആ പ്രദേശത്ത് എത്ര ആകെയുള്ള ഇലക്ടർമാരെ സംബന്ധിച്ച്, സ്ത്രീ ഇലക്ടർമാരെ സംബന്ധിച്ച്, പുരുഷ വോട്ടർമാരെ സംബന്ധിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ, ആ ബൂത്തിന്റെ പ്രദേശം,
ഇതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള നമ്മുടെ ഒരു ധാരണ കൃത്യമായിട്ട്, കാരണം നിങ്ങൾക്ക് സെക്ടർ ഓഫീസർമാർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ എല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ നോൺ ഇലക്ഷൻ പീരീഡിലെ സെക്ടർ ഓഫീസർമാരാണ് യഥാർത്ഥത്തിൽ BLO സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പൊ BLO സൂപ്പർവൈസർ ആയിട്ടിരിക്കുന്ന ആളുകൾ അവരുടെ കീഴിലുള്ള BLOമാരുടെ ഒരു പ്രവർത്തനം ഓരോരുത്തരെയും കുറിച്ച് കൃത്യമായിട്ട് അസസ് ചെയ്യേണ്ട ആളുകൾ കൂടിയാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ, ആ പ്രവർത്തനങ്ങൾ വിജയകരമായിട്ട് ചെയ്യുന്നുണ്ടോ, കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പരിപൂർണമായിട്ടും പാലിക്കുന്നുണ്ടോ, നമ്മുടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഡെപ്യൂട്ടേഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ചുറ്റവട്ടങ്ങളും മര്യാദകളും ഒക്കെ പാലിക്കുന്നുണ്ടോ, എല്ലാം നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് പോകേണ്ടത് നമ്മളാണ്. അപ്പോൾ BLO സൂപ്പർവൈസർ എന്ന തസ്തിക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് BLO സൂപ്പർവൈസറാണ്. ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് EROയും AEROയും കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ BLO സൂപ്പർവൈസറാണ്. അപ്പം BLO സൂപ്പർവൈസർമാർ കൃത്യമായിട്ട് ഈ BLOമാരെ വെച്ച് നമുക്കിപ്പോ പുതിയ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്ന വാട്സപ്പ് പോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ BLOമാരെ നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള 10-12 പേരെ വെച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോവുകയും ചെയ്യണം. ഇതിനകത്ത് ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ റിട്ടേൺ വരുന്ന ഇതിനെ സംബന്ധിച്ചുള്ള എന്യൂമറേഷൻ ഫോമുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് തന്നെ 2 മണിക്കൂർ കൂടുമ്പോൾ കമ്മീഷന്റെ അപ്ഡേഷനുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് BLO സൂപ്പർവൈസർമാർക്ക് അതിന് ലോഗിൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ഇപ്പൊ നിലവിൽ ഏതായാലും ERO ലെവലിൽ ആ വിവരങ്ങൾ അവർക്ക് എടുക്കാൻ കഴിയും. അത് അവർ കൃത്യമായിട്ട് തന്നെ 2 മണിക്കൂറോ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് സി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഓരോരുത്തരും അവരവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള പാർട്ടുകളിലുള്ള BLOമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. എത്ര എന്യൂമറേഷൻ ഫോം ഉണ്ട്, ആ എത്ര എന്യൂമറേഷൻ ഫോം എത്രണ്ണം വിതരണം ചെയ്യുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ കീഴിലുള്ള BLOമാർ എത്ര ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകളും വിവരങ്ങളും എല്ലാവരുടെയും കൈവശം ഉണ്ടാകണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതില് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2025 വോട്ടർ പട്ടികയിലെ എല്ലാ മനുഷ്യർക്കും, എല്ലാ വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോം പ്രീ പ്രിന്റ് ചെയ്ത് അവരുടെ വീടുകളിലേക്ക് എത്തിക്കും. അതാണ് BLOയുടെ എന്യൂമറേഷൻ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നതാണ്. അപ്പൊ അത് ബഹുമാനപ്പെട്ട CEO സാറിന്റെ നിർദ്ദേശം ഇപ്പൊ എല്ലാ BLOമാർക്കും ആ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ ഇന്ന് സാറിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. 11-ാം തീയതിക്കകം തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ 100% പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. വരുന്ന 2 ദിവസം അവധി ദിവസങ്ങൾ കൂടിയാണ്. ആ ദിവസങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ പോകുന്നതിനേക്കാൾ ഹോളിഡേയ്സിൽ പോകുമ്പോൾ വീടുകളിൽ ആളുകൾ കൂടുതൽ ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ 2 ദിവസങ്ങൾ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗത്തു നിന്നും ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ഉണ്ടാകണം. 11-ാം തീയതിയോടുകൂടി ഡിസ്ട്രിബ്യൂഷൻ 100% പൂർത്തീകരിക്കണം. ഏതാണ്ട് ഒരു 24-ാം തീയതി വരെ ഇതിന്റെ എന്യൂമറേഷൻ ഫോമിന്റെ പീരീഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ 25-ാം തീയതിയോടുകൂടിയെങ്കിലും എല്ലാ ഫോമുകളും തിരികെ എത്തിക്കാനുള്ള പ്രവർത്തനം കൂടി ചെയ്യണം. ഈ SIRന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, SSRനെ അപേക്ഷിച്ച് SSRൽ നമ്മൾ നിലവിലുള്ള പട്ടിക നമ്മൾ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച് വേറെ പ്രത്യേകിച്ച് വലിയ ആക്ഷേപങ്ങളില്ല. പക്ഷെ SIRനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയൊരു പട്ടികയാണ്. നമ്മൾ 2025 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നു. ആ എന്യൂമറേഷൻ ഫോം തിരികെ നമ്മൾ വാങ്ങുന്നു. അപ്പൊ തിരികെ കിട്ടുന്ന എന്യൂമറേഷൻ ഫോം എത്ര എണ്ണം, ഇപ്പൊ 100 എന്യൂമറേഷൻ ഫോം കൊടുത്തു, 98 എണ്ണമാണ് ബാക്കി വന്നത്. ആ 98 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അതാണ് എന്യൂമറേഷന്റെ പ്രത്യേകത. നമ്മളെല്ലാം കൊടുക്കുന്നു, ആ കൊടുത്ത് തിരികെ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തിരികെ വന്നില്ലെങ്കിൽ ആ ആള് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാർട്ടിലേക്ക് ഇറങ്ങുന്ന BLO കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന എന്യൂമറേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. എല്ലാ വീടുകളിലും ഇത് കൊടുത്തു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. കൊടുത്തു എന്ന് ഉറപ്പാക്കി തിരികെ വരാത്ത, ഇപ്പൊ 100 എണ്ണം കൊടുത്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 എണ്ണമാണ് തിരികെ വരുന്നത്, 10 എണ്ണം തിരികെ വന്നില്ല. അപ്പൊ 10 എണ്ണം തിരികെ വന്നില്ലെങ്കിൽ അതിനുള്ള കാരണം കൃത്യമായിട്ട് ഈ BLO രേഖപ്പെടുത്തി അത് BLO സൂപ്പർവൈസർ അത് വാങ്ങണം. എന്തിനാണെന്ന് ചോദിച്ചാൽ,
സാധാരണ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന പോലല്ല, SIR-ന്റെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ 27/10/2025 കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കണം. 23/2025 ERS എന്ന് പറയുന്ന കമ്മീഷന്റെ 27/10/2025 ഇറങ്ങിയിട്ടുള്ള നിർദ്ദേശമാണ്. അതിൽ 2A പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പറയുന്ന റിട്ടേൺ ആയി വരുന്ന ഫോമുകൾ വെച്ചിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതേസമയം തന്നെ തിരികെ കിട്ടാത്ത ഫോമുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയും വേണം. എന്ന് പറഞ്ഞാൽ 100 ഫോം നമ്മൾ വിതരണം ചെയ്തു, അല്ലെങ്കിൽ 1000 ഫോം നമ്മൾ വിതരണം ചെയ്തു. അതിൽ 900 ഫോമാണ് നമുക്ക് തിരികെ വന്നത്, 100 ഫോം തിരികെ വരുന്നില്ല. അപ്പൊ തിരികെ വരാത്ത 100 ഫോമിനെ സംബന്ധിച്ചും ലിസ്റ്റ് തയ്യാറാക്കണം. എന്താണ് അതിന് കാരണമെന്ന് രേഖപ്പെടുത്തണം. എന്തുകൊണ്ട് തിരികെ വന്നില്ല? ഒന്ന് ഡെത്ത്, പിന്നൊന്ന് ഷിഫ്റ്റ്, പിന്നൊന്ന് ആബ്സെന്റ്. അപ്പൊ ആബ്സെന്റ്, ഷിഫ്റ്റ്, ഡെത്ത്, ഡ്യൂപ്ലിക്കേറ്റ്, ഇങ്ങനെ 4 കാര്യങ്ങളിൽ ഏതാണ്? ഇപ്പൊ ഒരു വോട്ടർ പട്ടികയുടെ ആ പാർട്ടിൽ തന്നെ ഒരാൾക്ക് 2 തവണ വോട്ട് കിടപ്പുണ്ട്. അപ്പം 2 ഫോം നമ്മൾ കൊടുക്കുന്നു, ഒരെണ്ണം തിരികെ വരുന്നുള്ളൂ. അപ്പൊ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ തിരികെ വരാത്ത ഫോമുകളെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള വിവരം BLOമാർ രേഖപ്പെടുത്തണം. ആ ലിസ്റ്റ് 25-ാം തീയതിയോടുകൂടി തന്നെ BLO സൂപ്പർവൈസർ അത് വാങ്ങി, അത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന അതിൽ നടത്തി നിങ്ങൾ EROയ്ക്ക് സമർപ്പിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ EROയുടെ നോട്ടീസ് ബോർഡിലും പ്രധാനപ്പെട്ട ഓഫീസുകളുടെ നോട്ടീസ് ബോർഡിലും സിഇഒയുടെ വെബ്സൈറ്റിലും ഈ തിരികെ വരാത്ത ഫോമുകളും അതിന്റെ കാരണവും സംബന്ധിച്ച് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രസിദ്ധീകരിക്കും. അപ്പൊ അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഒരു ആർക്ക് വേണമെങ്കിലും, പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം. അപ്പൊ അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഒരാളുടെ വീട്ടിലൊരു ഫോം കൊണ്ട് ഇട്ടിട്ട് എന്താണ് അവിടെ ആളില്ല എന്ന് പറഞ്ഞ് തിരികെ വരുമ്പോഴത്തേനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റിട്ടേൺ വന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ വളരെ ലാഘവത്തോടെ നമ്മൾ അയാളുടെ പേരും എടുത്ത് ഡ്രാഫ്റ്റിൽ വരാതെ അയാളുടെ പേര് ഇപ്പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് ഗുരുതരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കും. അപ്പൊ അത്രത്തോളം വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഈ എന്യൂമറേഷൻ എന്ന് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇക്കാര്യത്തിൽ BLO സൂപ്പർവൈസർമാരോട് പറയാനുള്ളത്. ഈ ഒരു മെസ്സേജാണ് നിങ്ങൾ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇനി എന്യൂമറേഷൻ ഫോമിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അതിനൊരു 3 ഭാഗങ്ങളായിട്ട് നമുക്ക് എന്യൂമറേഷൻ ഫോമിനെ തിരിക്കാം. ആദ്യത്തെ ഭാഗത്തിൽ നിലവിലുള്ള 2025 വോട്ടർ പട്ടികയുള്ള വോട്ടർമാർക്കാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ വിവരങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് എഴുതുന്നത്. രണ്ടാമത്തെ ഭാഗം 2002 SIR, അവസാനമായി കേരളത്തിലെ SIR എന്ന് പറഞ്ഞത് 2002 അപ്പൊ അതിനെയാണ് നമ്മളൊരു ബേസ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആ 2002 SIR ഈ പറയുന്ന വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അത് എവിടെയെങ്കിലും, പിന്നെ ആ നിയോജകമണ്ഡലത്തിൽ ആ പാർട്ടിൽ തന്നെ ആവണമെന്നില്ല, എവിടെയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം അദ്ദേഹം അവിടെ എഴുതുക. രണ്ടാമത്തെ പാർട്ടിൽ കഴിഞ്ഞു, ഒപ്പിടുക, ഈ പറയുന്ന BLOയ്ക്ക് കൊടുക്കുക. BLO ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അയാൾ 2002 പട്ടികയിൽ ഇല്ല, ഉൾപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരിക. ആ ഭാഗത്ത് എഴുതാനുള്ളത് 2002 പട്ടികയിൽ അയാളില്ല, പക്ഷെ അയാളുടെ അച്ഛനോ അടുത്ത ബന്ധുക്കളോ, ബന്ധം എന്ന് പറയുന്നത് ഞാൻ പിന്നീട് പറയാം, ഒരു ബ്രോഡ് ആയിട്ടുള്ള സെൻസിൽ വേണം ബന്ധം എടുക്കാൻ. അപ്പൊ അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിവരം 2002 എവിടെയെങ്കിലും, ഏതെങ്കിലും പട്ടികയിൽ, ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം 2002 ഈ വലതു ഭാഗത്ത് എഴുതുക. കഴിഞ്ഞു, ഒപ്പിട്ടാൽ കഴിഞ്ഞു. 2 സെനാരിയോ ഞാൻ പറഞ്ഞു. ഒന്ന്, ആ വോട്ടർ തന്നെ 2002 പട്ടികയിൽ ഉണ്ടെങ്കിൽ അത് എഴുതിയാൽ തീർന്നു. ഇനി ആ വോട്ടറില്ല, അദ്ദേഹത്തിന്റെ ബന്ധുവാണുള്ളത് 2002, അത് എഴുതി കഴിഞ്ഞു, ഒപ്പിട്ട് കൊടുത്താൽ ഒരു ഡോക്യുമെന്റും ഹാജരാക്കേണ്ട, കൊടുക്കുക. കേരളത്തിലുള്ള നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് ഏതാണ്ട് 90, ഇപ്പൊ വോട്ടർ പട്ടികയിലുള്ള ഒരു 99% ആളുകൾക്കും ഇങ്ങനെ രേഖപ്പെടുത്തി കൊടുക്കാൻ പറ്റും. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ 2002 അവരുടെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ബന്ധു പറഞ്ഞാൽ അച്ഛനും അമ്മയും തന്നെ ആവണമെന്നില്ല, മുത്തച്ഛനാവാം, മുത്തച്ഛന്റെ അനിയനാവാം, അത് നമുക്ക് അങ്ങനെയുള്ള ആ റിലേറ്റീവ്സ് അത് BLOയ്ക്കും കൂടെ ബോധ്യപ്പെട്ട് EROയ്ക്ക് ബോധ്യപ്പെട്ടാൽ മതി. അപ്പൊ അത് എഴുതേണ്ട ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളായിരിക്കും 99% ആളുകൾ. അല്ലാതെ വരുന്ന ആളുകൾക്ക് നമ്മൾ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 12 ഒരു രേഖ ഹാജരാക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അങ്ങനെ വളരെ വളരെ ലളിതമായും സിമ്പിളായിട്ടും നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞ എന്യൂമറേഷൻ ഫോം. അപ്പൊ അത് ചില ആളുകൾ ഇപ്പോൾ നമ്മളിപ്പം BLOമാര് വീടുകളിൽ പോയിട്ട് അപ്പോൾ തന്നെ എഴുതി വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. തൽക്കാലം നിങ്ങൾക്ക് 11-ാം തീയതിക്ക് മുൻപ് ഇത് പൂർത്തിയാകണം എന്നുണ്ടെങ്കിൽ, ക്ലോസ് ചെയ്യാൻ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവരോട് ആദ്യം ഈ ഡിസ്ട്രിബ്യൂഷൻ പൂർത്തിയാക്കാൻ പറയാം. കൊണ്ട് കൊടുക്കുക. 2 കോപ്പിയാണ് നമ്മൾ കൊണ്ട് കൊടുക്കുക. ഇൻസ്ട്രക്ഷനും കൊടുക്കുക, അതിനോടൊപ്പം 2 കോപ്പി കൊടുക്കും.
അതിലൊരു കോപ്പി അവർ തന്നെ എഴുതി വീട്ടിൽ അവർക്ക് തന്നെ ഒരു അക്നോളജ്മെന്റ് എന്നുള്ള രീതിയിൽ വീട്ടിൽ സൂക്ഷിക്കാനും മറ്റൊരു കോപ്പി തിരികെ നമുക്ക് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് BLOയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പൊ അപ്പൊ ഈ രണ്ട് ഭാഗത്തും എഴുതാൻ ഒരു വിവരവും ഇല്ലാത്തവർക്ക് മാത്രമാണ് ഈ രേഖ സമർപ്പിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവരുടെ രേഖ എപ്പോഴാണ് നമ്മൾ നോക്കുന്നത്? ഇപ്പോഴല്ല, അത് ഇയാളെ നോക്കുന്നത് നമ്മുടെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ പീരീഡിലാണ്. ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഒപ്പിട്ട് കൊടുത്ത് തിരിച്ചു വരുന്ന ഫോം എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഡ്രാഫ്റ്റിലേക്ക് വരുന്നത്. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ BLOമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള കൃത്യമായിട്ട് ഈ വിവരങ്ങൾ അവരെ ധരിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ എന്യൂമറേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിച്ച് അവസാനിപ്പിക്കാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സാറിന്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സിഇഒയുടെ തന്നെ വീഡിയോ മെസ്സേജുകൾ വരുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പബ്ലിക് ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് തന്നെ സാർ കഴിഞ്ഞൊരു 2-3 ദിവസമായി കേരളത്തിൽ എല്ലാ വിഷ്വൽ മീഡിയയ്ക്കും പ്രിന്റ് മീഡിയയ്ക്കും ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് പിന്നെ ബൈറ്റുകൾ കൊടുക്കുകയും ഇന്റർവ്യൂകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓഫീസേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അതെല്ലാം കാണുക. കണ്ടു കഴിയുമ്പോഴത്തേനെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. പബ്ലിക് ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ BLO സൂപ്പർവൈസറെ ആയിരിക്കും, നമ്മളോടായിരിക്കും സംശയങ്ങൾ ചോദിക്കുക. അപ്പം BLO നമ്മളോട് സംശയം ചോദിക്കും. സാങ്കേതികപരമായിട്ടുള്ള സംശയങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ ERO ടെക്നിക്കൽ ടീമുണ്ട്, DO ടെക്നിക്കൽ ടീമുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ CEO ടെക്നിക്കൽ ടീമുണ്ട്. അവരുമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള വിവരങ്ങൾ ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് ഞാൻ ഈ പറഞ്ഞ സാറിന് തന്നെ ഈ യൂട്യൂബിൽ അതിന്റെ വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസ് ഒക്കെ തന്നെ കാണുക. പരമാവധി സംശയങ്ങൾ അങ്ങനെ തീർക്കാൻ നോക്കുക. പിന്നെ എല്ലാ ദിവസവും DO ERO തലത്തില് സാറിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ വെച്ച് മിക്കവാറും ഒക്കെ സംശയങ്ങളൊക്കെ തീരുന്നുണ്ട്. അപ്പൊ താഴെത്തട്ടിലുണ്ടാകുന്ന സംശയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് അവസാനിപ്പിക്കാം. ഫോമിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് സാറ് പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് പറയൂ. എന്തോ എന്യൂമറേഷൻ ഫോം സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് കേൾക്കാൻ പറ്റിയില്ല, അതൊന്നുകൂടെ ഒന്ന് പറയൂ. എന്താണ് സംശയം എന്ന് വെച്ചാൽ പറയാം നമുക്ക്. ഇതാണ് എന്യൂമറേഷൻ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്യൂമറേഷൻ ഫോം അവസാനം പറഞ്ഞത് അതിൽ പ്രധാനമായിട്ട് ഈ ആബ്സെന്റ്, ഡെത്ത്, ഷിഫ്റ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൂടി എന്യൂമറേഷൻ ഫോം തിരികെ വരാത്ത കേസുകളിൽ BLOമാർ തയ്യാറാക്കണം. അതുകൂടി അങ്ങനെ ഒരു ലിസ്റ്റ് കൂടി നമ്മൾ ഈ ഡ്രാഫ്റ്റിനോടൊപ്പം പബ്ലിഷ് ചെയ്യും. അതാണ് അതിന് മുൻപ് പറഞ്ഞത്. തിരിച്ചു തരാൻ വിസമ്മതിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്യൂമറേഷൻ ഫോം തിരികെ അത് സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്യൂമറേഷൻ ഫോം തിരികെ തന്നില്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട സംഭവം. അങ്ങനെ വിസമ്മതിക്കുന്നുണ്ട്, അതാ ചോദിച്ചത്. സാറേ വിദേശത്തുള്ള കേസ് ആബ്സെന്റ് ആയിട്ടാണോ മാർക്ക് ചെയ്യേണ്ടത്? എന്താണ് വിദേശത്തുള്ള ഒരു വോട്ടറുടെ ഡീറ്റെയിൽസ് നമ്മൾ ആബ്സെന്റ് ആയിട്ടാണോ മാർക്ക് ചെയ്യേണ്ടത്? അല്ലല്ല, വിദേശത്തുള്ള ഒരു വോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസി വോട്ടറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് തരത്തിൽ നമ്മുടെ പട്ടികയിൽ ചേരാം. ഒന്ന് പ്രവാസി വോട്ടറായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിലും അല്ല ജനറൽ വോട്ടറായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിലും. ഇപ്പൊ ഏത് രീതിയിലാണ് അവർ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവരുടെ വീട്ടില് ബന്ധുക്കൾക്ക് അത് കൈമാറുക, അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു വാങ്ങിക്കും. ആബ്സെന്റ് എന്ന് പറയുമ്പോ എന്തൊക്കെ എങ്ങനെയുള്ള സാറേ? ആബ്സെന്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളിപ്പം ഒരു BLO ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ഒരു 3-4 പേരാണ്. അവര് മുൻപ് താമസം മാറിപ്പോയതായിരിക്കും. അവിടുന്ന് BLO കൃത്യമായിട്ട് നേരത്തെ പോയിന്റ് ചെയ്ത് അവരെ ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ ഡിലീറ്റ് ചെയ്യാത്ത കേസുകളായിരിക്കും. ഈ സമയത്താണ് നമ്മളിപ്പോ എന്യൂമറേഷൻ ഫോമായിട്ട് ചെല്ലുമ്പോഴായിരിക്കും ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരെ ട്രേസ് ചെയ്യാൻ നോക്കുന്നു. ഒരു തരത്തിലും അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് എന്യൂമറേഷൻ ഫോം വാങ്ങിക്കൊണ്ടു പോകാൻ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ആ മണ്ഡലത്തിൽ അവർ ചെന്ന് അവര് പേര് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെയും വോട്ടില്ല ഇവിടെയും വോട്ടില്ലാത്തൊരു സ്ഥിതിവിശേഷം വരും. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഒരു തരത്തിലും ഇപ്പം BLAമാരുടെ സഹായം നമ്മൾ തേടണം. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ, പൊതുപ്രവർത്തകരുടെ, BLO എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളാണല്ലോ, പ്രദേശവാസിയാണല്ലോ. അപ്പൊ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള രീതിയിലും അവരെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ആളുകളെ കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ വരുന്ന കേസുകളാണ് ആബ്സെന്റ് മാർക്ക് ചെയ്യേണ്ടത്.
സാറേ ഒരു സംശയം സാറേ, ബിഎൽഒമാര് ഏറ്റവും കൂടുതൽ കേസിൽ നമ്മൾ വീടുകളിലേക്ക് പോകുമ്പോഴത്തേനാണെങ്കിൽ ഒരു ഇപ്പം മരണപ്പെട്ട ഒരാളുടെ എനുമറേഷൻ ഫോം അത് ആ വീട്ടിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, 100% നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അത് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ആ വീട്ടിലെ ഏതെങ്കിലും ഒരു മുതിർന്ന അംഗം, അവിടെ വോട്ടുള്ള ഒരാള് ഡെത്ത് കേസാണ് സാക്ഷ്യപ്പെടുത്തി BLOക്ക് തന്നെ തിരിച്ച് ഇത് തന്നാൽ മതി. അത് ഓൾറെഡി BLOക്ക് ഡെത്ത് എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്യാം. അതല്ല, ഇനി അവരത് ആ ഫോം തിരികെ തന്നില്ല, പക്ഷെ BLOക്ക് ഉറപ്പുണ്ട് അത് ഡെത്ത് കേസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഡെത്ത് മാർക്ക് ചെയ്ത് റിട്ടേൺ പിന്നെ എന്താണ് അൺറിട്ടേൺഡ് കാരണമായിട്ട് ഒരു കോസ് ആയിട്ട് ഡെത്ത് കാണിക്കുകയും ചെയ്യും. എന്തായാലും കൃത്യമായിട്ട് തിരിച്ചു വരാത്ത ഫോമുകളെ സംബന്ധിച്ച് BLOമാരെ ലിസ്റ്റ് തയ്യാറാക്കണം എന്നുള്ളത് 100% ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഡ്രാഫ്റ്റ് റോള് പബ്ലിഷ് ചെയ്യുന്നതിനൊപ്പം തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. BLOമാര് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ 2002 വിവാഹിതരായി വന്ന സ്ത്രീകളുടെ വിവരങ്ങൾ ലഭിക്കുന്നതിനാണ് സാർ. അങ്ങനെയുള്ള കേസിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ അത് അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് അങ്ങനെയുള്ള കേസുകളിൽ വിവാഹിതരായി ഇപ്പൊ ഒരു വീട്ടിലേക്ക് വന്നു, അവരുടെ ഹസ്ബൻഡ് കാണിക്കുക. 2002 കാണിച്ചാൽ മതി അല്ലേ? ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ വിവരങ്ങൾ കാണിക്കുക. ഇനി ഹസ്ബൻഡും അന്ന് 2002 18 വയസ്സ് പൂർത്തിയാകാത്ത അല്ലെങ്കിൽ വോട്ടില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഹസ്ബൻഡിന്റെ രക്ഷാകർത്താക്കളോ ബന്ധുക്കളോ അടുത്ത ബന്ധുക്കളോ ഒക്കെ അതിലേക്കുണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതി. നമ്മുടെ ഇതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ബന്ധുത്വം എന്ന് പറയുന്ന ഒരു ബ്രോഡർ സെൻസിലാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ ആ പെർസ്പെക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, യോഗ്യതയുള്ള ഒരാളെ പോലും നമുക്ക് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും അവരെ സഹായിച്ച് ഈ വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്മീഷന്റെ ഉദ്ദേശം. നമ്മൾ ആപ്പിൽ പ്രോജനി ചെയ്യുമ്പോ അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ലല്ലോ. ആപ്പിലെ ആ പ്രോജനി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു മാപ്പിംഗ്, നമുക്കാണെങ്കിൽ ആ മാപ്പിംഗിന്റെ ഒരു സാധ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ നേരെ മറിച്ച് ഇതിൽ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന എന്യൂമറേഷൻ ഫോം അനുസരിച്ചിട്ടാണ് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫിസിക്കലായിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഡ്രാഫ്റ്റിൽ കൃത്യമായിട്ട് ഒരാൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ആ ഒപ്പിട്ട് കൊടുക്കുന്ന അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, പിന്നെ മറ്റൊരു രാജ്യത്തും പൗരത്വം നേടിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. മുകളിൽ സൂചിപ്പിച്ച പേര് ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബാംഗം എന്ന നിലയിൽ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലും പാർലമെന്റ് മണ്ഡലത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡബിൾ വോട്ട് എനിക്കില്ല എന്നുള്ള സത്യം. ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് മുകളിൽ പറഞ്ഞ പ്രസ്താവന നടത്തുന്നത് തെറ്റാണെന്ന് ഞാൻ അറിയുന്നതോ വിശ്വസിക്കുന്നതോ ആയി പ്രസ്താവന നടത്തുന്നത് 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 31 പ്രകാരം 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഒരാള് ഒപ്പിട്ട് തരുന്നത്. അപ്പൊ ഇതിനാണ് വാല്യൂ. അപ്പൊ അതിന്റെ അടിയിലാണ് നമ്മൾ BLOയും കൂടെ എന്റെ ഒരു വ്യക്തമായ വിവരങ്ങൾ സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് BLOയും കൂടെ സൈൻ ചെയ്ത് തരുന്നത്. അപ്പൊ അങ്ങനെ തരുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഈ ഡോക്യുമെന്റിനെ വെച്ചിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഒരു ഇലക്ട്രൽ റോള്, ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നത്, ERO പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത് പൂരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ബന്ധുത്വം എന്ന് പറയുന്നത് നമ്മളായിട്ട് ഒരു ബ്രോഡർ സെൻസിൽ തന്നെ എടുക്കുക എന്നുള്ളത്. ആബ്സെന്റ് കേസുകളിൽ എന്യൂമറേഷൻ ഫോം കൊടുക്കാൻ പറ്റൂ സാറേ? ആബ്സെന്റ് കേസുകളിൽ അവർക്ക് അറിഞ്ഞുകൂടാ. ആബ്സെന്റ് കേസുകളിൽ നമുക്ക് കൊടുക്കാറില്ല. അപ്പൊ ആ ഫോമിൽ കൃത്യമായിട്ട് BLO അത് രേഖപ്പെടുത്തുക. അൺറിട്ടേൺഡ് റിട്ടേൺഡ് എന്നുള്ളതിനകത്ത് അത് രേഖപ്പെടുത്തിയിട്ടാണെങ്കിൽ അതില് ശരിക്കും പറഞ്ഞാൽ ഒരു അൺറിട്ടേൺഡ് ഒരു ഇതല്ലേ ശരിക്കും പറഞ്ഞാല്. അതെ, യഥാർത്ഥത്തിൽ സാറേ ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ചെയ്യാവോ അങ്ങനെയുള്ള കേസുകൾ? മാർക്ക് ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല എങ്കിൽ പോലും ആപ്പിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ചെയ്യാം അല്ലേ സാറേ? അങ്ങനല്ലേ? നമുക്ക് ഏതെങ്കിലും ഓൺലൈനായിട്ട് ഇവരെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് BLO സൂപ്പർവൈസർമാർക്ക് സാധിക്കും സൈറ്റ് വഴി എന്തായാലും ഇവർ എത്ര ഫോംസ് കൊടുത്ത്. അതെ, BLO സൂപ്പർവൈസർക്ക് ഈ പറയുന്ന ഇതിന്റെ ലോഗിൻ അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുവരെ നമുക്ക് അതിന് കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ERO ലെവലിൽ നിന്ന് നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പൊ ERO ലെവലിൽ നിന്ന് അവർ നിങ്ങൾക്കൊരു BLO സൂപ്പർവൈസറുടെ ഗ്രൂപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് അവർ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് അതിനുള്ള നിർദ്ദേശം കൊടുക്കാം. ഒരു സംശയം ചോദിക്കട്ടെ സാറേ? ഒരു സംശയം, ആറോടെ സ്റ്റാഫായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള
കുറെ സ്റ്റാഫിനെ ജില്ലാ കളക്ടർ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ പുതിയ വട്ടൽ ഓർഡർ അനുസരിച്ചിട്ട്. അപ്പൊ അവര് മാറുന്ന മുറയ്ക്ക് പുതിയ ആൾക്കാരെ പോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുമില്ല BLO പുതിയതായിട്ട്. അപ്പോൾ ആ ഒരു ഒഴിവിൽ ഈ പറയുന്ന സമയബന്ധിതമായിട്ട് ഇത് കൊടുത്തു തീർക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യം നമ്മൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം സാർ? അതായത് DOമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, CO തലത്തിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം അവരത് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടിനെ അവർ കണ്ടെത്തും, എത്രയും പെട്ടെന്ന് തന്നെ BLO റീപ്ലേസ്മെന്റ് നടക്കും. എല്ലാ തരത്തിലും അതിനുള്ള നടപടി അവർ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. സാർ, അങ്ങനെയുള്ളവർക്ക് ഫോം വിതരണം ചെയ്യുന്നതിനുള്ള കാലതാമസം ഈ 11-ാം തീയതി എന്നുള്ളത് ഇച്ചിരി നീട്ടി കിട്ടുമോ? പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാനുള്ള സമയം? അല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്ത് എന്നുള്ളതാണ്. വിതരണം ചെയ്യുക മാത്രമല്ലല്ലോ, അതിന്റെ അനുബന്ധമായിട്ട് ഫോം കളക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇറോൾ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക. എന്തെങ്കിലും റിലാക്സേഷൻ ബാക്കിയുണ്ടെങ്കിൽ ആ സമയത്ത് അതിനനുസരിച്ച് തീരുമാനം എടുക്കും. സാർ, ഒരു വീട്ടിൽ 2 വോട്ടർമാരുണ്ട്. സാർ കേൾക്കാമോ സാർ? 2 വോട്ടർമാരുണ്ട്. 2 വോട്ടർമാരും താൽക്കാലികമായി വിദേശത്ത് പോയിരിക്കുകയാണ്. ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ വീട്ടിൽ ആരും താമസക്കാരില്ല, അടുത്ത ബന്ധുക്കളുമില്ല. ആ EF നമ്മൾ ആർക്ക് കൊടുക്കും? എങ്ങനെ അത്? അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഓൺലൈനായിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അടുത്ത ബന്ധുക്കളില്ല, അവരിവിടെ സ്ഥലത്തില്ല. അപ്പൊ ഓൺലൈനായിട്ട് മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. പക്ഷെ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് സംബന്ധിച്ച് ഇപ്പം അത് ആയിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കമ്മീഷൻ അത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അത്തരം ആളുകൾക്ക് ബന്ധുക്കൾ മീൻസ് അടുത്ത റിലേറ്റീവ് എന്നുള്ള വലിയൊരു ബ്രോഡർ സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ച് ഈ പറഞ്ഞ ആളുകൾക്ക് അടുത്ത ബന്ധം, വളരെ അടുത്ത ബന്ധുക്കൾ വേറെ ബന്ധുക്കൾ കാണില്ല, അവർ മുഖേന സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും നന്നാവും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഫീൽഡ് ട്രിപ്പ് ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഇപ്പൊ ഉദാഹരണമായിട്ട് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ടീം സപ്പോർട്ടെങ്കിലും ഉണ്ടോ നമുക്ക് അവർക്ക് നമ്പർ കൊടുക്കാനോ? ഉറപ്പായിട്ടുണ്ട്. എല്ലാ ERO തലത്തിലും ടെക്നിക്കൽ ഡെസ്ക് രൂപീകരിച്ചിട്ടുണ്ട്. അത് ERO ഓഫീസറായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അതുകൂടാതെ DO തലത്തിലും ഉണ്ട്. നമ്പർ BLO സൂപ്പർവൈസർമാർക്ക് ഷെയർ ചെയ്ത് കിട്ടുമോ? എന്താണ് മനസ്സിലായില്ല സാറേ? ടെക്നിക്കൽ അസിസ്റ്റൻസുകളുടെ നമ്പറുകള് BLO സൂപ്പർവൈസർമാർക്ക് ലഭ്യമാക്കി തരും. അത് ERO ഓഫീസുകളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ERO ക്ലർക്ക് ഉണ്ടല്ലോ, ഏത് മണ്ഡലം അത്? ഏത് നിയമസഭ മണ്ഡലം? മാവേലിക്കരയിലെ LICയുടെ ERO ക്ലർക്ക് ഉണ്ട്. എല്ലാ നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഒരു ക്ലർക്കുണ്ട്. ആ ക്ലർക്കുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതുകൂടാതെ നമ്മുടെ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾക്ക് ഒരു AERO ഉണ്ട്, മെയിൻ AERO ഉണ്ട്. AERO കൂടാതെ അഡീഷണൽ ആയിട്ടൊരു ഈ പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രം 4 അഡീഷണൽ AEROസിനെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെപ്യൂട്ടി തഹസിൽദാർ റാങ്കിലുള്ള 4 അഡീഷണൽ AEROs ഉണ്ട്. തഹസിൽദാർ റാങ്കിലുള്ള ഒരു മെയിൻ AEROയും ഉണ്ട്. ഒരു സംശയമാണ് സാറേ. സാറേ കേൾക്കാമോ സാറേ? കേൾക്കാം. സാറേ, ഈ നമ്മുടെ റിലേഷനെ കുറിച്ചാണ് സംശയം. സാർ ഇപ്പോൾ പറഞ്ഞ റിലേഷൻ ഒരു ബ്രോഡർ സെൻസിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ട്രെയിനിങ് സമയത്ത് പറഞ്ഞത് അത് ബ്ലഡ് റിലേഷൻ കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഭാര്യ ഭർത്താവ് ബ്ലഡ് റിലേഷൻ വരുന്നില്ലല്ലോ. അല്ല, അത് ആ ട്രെയിനിങ്ങിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നേരത്തെ ബഹുമാനപ്പെട്ട CO സാറ് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ കഴിഞ്ഞ മീറ്റിംഗിൽ സാർ അങ്ങനെ തന്നെ സാറ് പറഞ്ഞതാണ്. അപ്പൊ അതൊരു നമ്മള് കമ്മീഷൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ എന്താണ്, ഒരാളെ പോലും നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ യോഗ്യതയുള്ള ഒരാളെ പോലും ഇതിങ്ങനെ ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതാണ് ഈ ബ്രോഡർ സെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അത് ഹസ്ബൻഡിന്റെ റിലേറ്റീവ് അല്ല വൈഫ് എന്ന് പറയാം. അത് ബ്ലഡ് റിലേഷൻ ഒന്നും അല്ല നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. പേര് ചേർക്കാൻ പറ്റത്തില്ലല്ലോ, ഹസ്ബൻഡ് ഓർ വൈഫ്. അത് ഞാൻ പറഞ്ഞല്ലോ. അത് പ്രോജനി മാപ്പിംഗിന്റെ ഭാഗമായിട്ട് അതിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ റിലേറ്റീവ്സിനെയും നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ഡ്രിൽ ഡൗൺ ഇതിലേക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതൊരു മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വോട്ടർ ഒപ്പിട്ട് കൊടുക്കുന്ന എന്യൂമറേഷൻ ഫോമാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പൊ എന്യൂമറേഷൻ ഫോമിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്യൂമറേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് ആണ് ഞാൻ ഈ പറഞ്ഞത്.
ബഹുമാനപ്പെട്ട താങ്കൾ CEO ചോദിച്ചല്ലോ, ഇപ്പോ ഒരു സാർ ഈ സെക്കൻഡ് താങ്കൾ ആപ്പിൽ ചോദിച്ചതിന്റെ മറുപടി ആയിട്ട് പറയുന്നു, ആ മൊബൈൽ ആപ്പിലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഫീച്ചർ വരും, അതിലെ 2000 എനി റിലേറ്റീവ് ഓഫ് 2002 എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഇപ്പൊ നിലവിൽ നോക്കുമ്പോ ഇത് എന്താ, അച്ഛന്, അമ്മ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, സണ്ണ്, ഡോട്ടർ അങ്ങനെയല്ലേ ഉള്ളത്. സോ മറ്റൊരു ഓപ്ഷൻ വരാൻ പോകുന്നു, അതായത് എനി അതർ റിലേറ്റീവ് ഇൻ 2002. അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് മാപ്പിംഗ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇപ്പോ മിസ്റ്റർ ശിവലാൽ പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു താങ്കൾ എല്ലാവരോടും. നമ്മുടെ ഉദ്ദേശം എന്താണ്? പ്രോജനി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രോജനി മീൻസ് ഡിസെൻഡൻസ് ആണെങ്കിൽ ഫസ്റ്റ് തങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ, അവരുടെ അമ്മകൾ, അല്ല അവരുടെ ബ്രദേഴ്സ്, അങ്ങനെയുള്ള അവരുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് അങ്ങനെയെല്ലാം റിലേറ്റ് ചെയ്ത് വരുമ്പോ നമുക്ക് കൃത്യമായിട്ടൊരു റിലേഷൻ കണ്ടെത്താൻ സാധിക്കും. ആരെങ്കിലും 2002 ലിസ്റ്റിലുള്ളവർ ആരെങ്കിലും ഒരാളെ കണ്ടെത്താൻ സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇപ്പോ വൈഫ് വേറെ എവിടെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കേരളത്തിൽ വന്നിട്ടുണ്ട്, അവർക്ക് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ബ്രോഡർ സെൻസിൽ നോക്കുമ്പോൾ ഹസ്ബൻഡിന്റെ പേര് നമുക്ക് റിലേറ്റീവിനെ ഇടാം, അതിന് പ്രയാസമൊന്നും ഇല്ല. കാരണം അവരുടെ 2002 ലിസ്റ്റിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും 2002 ലിസ്റ്റിൽ ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് ഈ മാപ്പിംഗ് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നിങ്ങൾ മാപ്പിംഗ് അത് ആക്ടിവിറ്റി ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ ലക്ഷത്തോളം ആൾക്കാർക്ക് നിങ്ങൾ നോട്ടീസ് കൊടുക്കേണ്ടി വരും, അവരുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കൃത്യമായിട്ട് നമുക്ക് ഇല്ലീഗൽ ആയിട്ടുള്ളത് ആരാണോ, ഇൻഎലിജിബിൾ ആയിട്ടുള്ള ആരാണോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി. ആ സമയത്ത് ഫോറിനേഴ്സ് ആരാണ്, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയി വന്നിട്ടുള്ളവർ ആരാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങളുണ്ട്. അത് പോലീസിന്റെ കയ്യിൽ ഡേറ്റ ഉണ്ട്, അതെല്ലാം നമ്മൾ എന്തായാലും വെരിഫൈ ചെയ്യും. ആ സമയത്ത് നമുക്ക് നോക്കിയാൽ മതി. സോ ഇപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോജനി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ്, തൊട്ടടുത്ത റിലേറ്റീവ്സ്, അവരുടെ സെക്കൻഡ് സർക്കിൾ, തേർഡ് സർക്കിൾ അങ്ങനെ ആക്കിയിട്ട് ഇപ്പൊ തങ്ങളുടെ അച്ഛനും അമ്മയുടെ ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ അവരുടെ അച്ഛൻ അമ്മയെ നോക്കണം, അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങനെ നോക്കിയിട്ട് താങ്കൾ എഴുതി തന്നാൽ മതി, അത്രേ ഉള്ളൂ. ഡോണ്ട് ബോദർ ടു മച്ച് അബൌട്ട് ഇറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ ഈ നമ്മളൊരു 5% ആൾക്കാർ, നമുക്കൊരു 95% നമ്മൾ മാപ്പ് ചെയ്തു എന്ന് വെക്കാം. 2.78 കോടിയിലെ 5% എന്ന് പറഞ്ഞത് വലിയ ഒരു നമ്പറാണ്. ആ വലിയ ഒരു നമ്പറിന് നമ്മൾ നോട്ടീസ് കൊടുക്കണം, അവർ ഹിയർ ചെയ്യണം, അവരുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യണം. അതെല്ലാം വലിയ ഒരു പ്രോബ്ലമിലേക്ക് നമ്മൾ പോകുന്നതാണത് വെറുതെ. സോ അങ്ങനെ ഒന്നും നിങ്ങൾ നോക്കേണ്ട. അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2002 ലിസ്റ്റില് അവർ പറയുന്ന റിലേറ്റീവ്സ് ആരാണ്, അത് വെച്ചിട്ട് നമുക്ക് ഈ മാറ്റർ ക്ലോസ് ചെയ്യാം. അതങ്ങനെ ഒരു കൂടുതൽ ടെൻഷൻ ഒന്നും എടുക്കരുത് ആ ഇഷ്യൂല്. ഉള്ളത് ഇപ്പോ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് താങ്കളോട് പറയാനുള്ളത്, ഈ BLO റീപ്ലേസ്മെന്റ്സ് കുറെ സ്ഥലത്ത് നടന്നിട്ടുണ്ട്, കുറെ സ്ഥലത്ത് നടന്നിട്ടില്ല. അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും പിന്നെ ഞാനും തീരുമാനിച്ചിട്ടുള്ളത്, ഇതിന് മൊത്തം ഉത്തരവാദിത്തമുള്ളത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ആണ്, അതായത് ജില്ലാ കളക്ടറാണ്. 2 കാര്യങ്ങൾ അവരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. SIR അവർ ചെയ്യണം, ലോക്കൽ ബോഡി ഇലക്ഷൻസ് അവർ നടത്തണം. സോ വി ഹാവ് ഗിവൻ ദം ഫുൾ ഫ്ലെക്സിബിലിറ്റി ടു ടേക്ക് എനി BLO they want or how they want to manage the election process of local body. ആ മൊത്തം ഫ്രീഡം അവർക്കുണ്ട്. അത് വെച്ചിട്ടാണ് അവർ മാനേജ് ചെയ്ത് വരുന്നത്. കുറെ സ്ഥലത്ത് BLO ഇപ്പോ പെട്ടെന്ന് നമുക്ക് പോസ്റ്റ് ആയിട്ടുണ്ടാവില്ല. ഇന്ന് കുറെ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്, അവർ ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. കുറെ ആൾക്കാർ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ അവർ ജോയിൻ ചെയ്യും, അത് നടക്കും. നമുക്കൊരു മാസം മൊത്തം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ 11-ാം തീയതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിലവിലുള്ള BLOs അവരുടെ കയ്യിലുള്ള ഫോംസ് അവർക്ക് വിതരണം ചെയ്യാൻ സാധിക്കണം. പിന്നെ ഇന്ന് നാളെ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ 1-2 ദിവസം എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളൊരു ഇനിഷ്യേറ്റീവ് രാത്രി കൂടി സന്ദർശിക്കണം, അവരുടെ സൗകര്യം നോക്കിയിട്ട് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഇപ്പോ എല്ലാ BLOമാർക്കും നമ്മൾ 31 ദിവസം ഫുൾ ഓഫ് കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഒരു കാര്യം വരും എന്നുള്ള കണ്ടുകൊണ്ട് തന്നെയാണ്. കൃത്യമായിട്ട് അവർക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ വെറുതെ ഒരു 5 ദിവസം നമ്മൾ ഓഫ് കൊടുത്തിട്ട് പിന്നെ 10 ദിവസം ഓഫ് കൊടുത്തിട്ട് അവർക്ക് മൊത്തം കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് 31 days ഫുൾ ഓഫ് അവർക്ക് ഫ്രോം ദെയർ അതർ ഡ്യൂട്ടീസ്, ഓൺലി SIR ഡ്യൂട്ടി. അത് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ അവർക്കൊരു 15 ഇല്ല 20 ദിവസം ഇന്ന് കൂടുതൽ ആവില്ല. 10 ദിവസം ശരിക്കും അവർക്കൊരു
ലിറ്ററലി ഓഫ് ആയിരിക്കാം അവർക്ക് വേണമെങ്കിൽ. കാരണം കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്തിട്ട് എവിടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് ഏത് സമയം പോകണം, ഫോം വിതരണം ചെയ്യണം, തിരിച്ചു വാങ്ങണം, അത്രേ ഉള്ളൂ. ഒരു 250 ഇല്ല 300 വീടുകളെ ഉണ്ടാവുള്ളൂ അവർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ നോക്കുമ്പോൾ. ഇല്ല ലെറ്റ് സേ 400 വീട്. അത് കൃത്യമായിട്ട് അവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, അവർക്ക് പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് വിതരണം ചെയ്തിട്ട് അവരെ സഹായിച്ചിട്ട് തിരിച്ച് കൊണ്ടുവന്നാൽ അവരുടെ കാര്യങ്ങള് മാക്സിമം 20 ഡേയ്സേ ഉണ്ടാവുള്ളൂ. നമ്മൾ കൂടുതൽ സമയം കൊടുക്കാൻ കാരണം ഇങ്ങനെ ഒരു ആപ്പിൽ അവർക്ക് ഫിൽ ചെയ്യണം, പ്രോജനി മാപ്പിംഗ് ചെയ്യേണ്ടി വരും. അവരുടെ വീട്ടിലെ ഏതെങ്കിലും സമയം അവർക്ക് ആ സമയത്ത് ഇരുന്നിട്ട് കൃത്യമായിട്ട് മാപ്പിംഗ് ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാം ചെയ്യാനുള്ള കാരണം അവർക്കൊരു പ്രയാസം വരാത്ത രീതിയിലെ കാര്യങ്ങൾ അവർ ചെയ്യണം എന്നുള്ളതാണ്. സോ അത് നിങ്ങൾ മോണിറ്റർ ചെയ്യണം ആസ് BLO സൂപ്പർവൈസേഴ്സ്. നിങ്ങളുടെ ജോലിയുള്ളത് അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഇപ്പൊ കുറെ സ്ഥലത്ത് നമ്മുടെ BLOs ഉണ്ടെങ്കിലും അവരുടെ പെർഫോമൻസ് 0 ആണ്. എന്തുകൊണ്ടാണ് 0 എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഒരിക്കലും ഒരു പോളിംഗ് സ്റ്റേഷനിൽ 0 ആവാൻ പാടില്ല അൺലെസ് BLO അപ്പോയിന്റ് ആയിട്ടില്ലെങ്കിൽ മാത്രം. BLOs എല്ലാം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നടക്കണം. ഫോം വിതരണം ചെയ്യണം, സ്പീഡായിട്ട് ചെയ്യണം ഫോം വിതരണം. ഇപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് അവരെ ജനങ്ങളെ സഹായിക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഈ വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ അത് ലാഗ് ആവും. പിന്നെ നമുക്ക് ഇനി 3 ആഴ്ച ഉണ്ടല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ അവരോട് പോയിട്ട് സഹായിക്കാം, ഫോം ഫിൽ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കാം. പിന്നെ ബാക്കി ഫോം കൊടുത്ത ശേഷം അവരെ കുറിച്ച് കാര്യങ്ങൾ നോക്കിക്കൊള്ളും, അവരെ കുറിച്ച് പകുതി അവർ ഫിൽ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി കൂടി ഈസി ആയിരിക്കും. സോ അങ്ങനെ താങ്കൾ എല്ലാവരും മോണിറ്റർ ചെയ്യണം. പിന്നെ കൃത്യമായിട്ട് ഇപ്പൊ നമ്മള് മൊത്തം സംസ്ഥാനത്ത് എത്ര റീപ്ലേസ്മെന്റ് ചെയ്താലും ആൾക്കാർ 80% ആൾക്കാരുടെ നിലവിലുള്ള BLOമാർ തന്നെയല്ലേ. ബാക്കി നമ്മൾ ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ ഫിഗർ 20% മാറ്റിയെന്ന് വെക്കാം. 80% ആൾക്കാർ നിലവിൽ ഓൾറെഡി ഉണ്ട്. 25,000 ബൂത്തിലെ 80% പീപ്പിൾ ആർ ഓൾറെഡി വർക്കിംഗ്. ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതുള്ളൂ. ദാറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ. ഓക്കെ, സോ ഇന്ന് എല്ലാ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഫോംസ് EFs എത്തിയിട്ടുണ്ട്. ബാക്കി ട്രിവാൻഡ്രം, കൊല്ലം എവിടെയാണ് ബാക്കി കുറച്ച് പെൻഡിങ് ഉള്ളത് അത് നാളെ രാവിലെ എല്ലാം മാക്സിമം ബൈ ആഫ്റ്റർനൂൺ അത് എത്തിയിരിക്കും. സോ നെക്സ്റ്റ് 3-4 ഡേയ്സിൽ മാക്സിമം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി. പിന്നെ കളക്ട് ചെയ്യാൻ കൂടി അതിനൊപ്പം ചെയ്യണം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആഫ്റ്റർ ദാറ്റ് ഇസ് ദ പ്രോജനി മാപ്പിംഗ്. പ്രോജനി മാപ്പിംഗ് കൃത്യമായിട്ട് ചെയ്യണം. വെറുതെ ഒരു ഡൗട്ടിലേക്ക് പോവേണ്ട. യു ബിലീവ് ദ പീപ്പിൾ വാട്ട് ദേ ആർ സേയിങ് ഇസ് കറക്റ്റ് എന്ന് അവരെ ഫസ്റ്റ് ആദ്യമായിട്ട് അവർ പറയുന്നത് വിശ്വസിക്കണം. അത് കാണിട്ടാണ് നമ്മുടെ ബാക്കി ക്ലെയിംസ്, ഒബ്ജെക്ഷൻസ്, വെരിഫിക്കേഷൻ സമയത്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പൊ തന്നെ നിങ്ങൾ ഡൗട്ട് ചെയ്യാൻ പോയാൽ പിന്നെ നമുക്ക് ലക്ഷത്തോളം ആൾക്കാർക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നാളെ സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ ആണ്, മറ്റന്നാൾ അവധിയാണ് എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും 31 days ഓഫ് കൊടുത്തിട്ടുള്ളത്. താങ്കൾ BLO സൂപ്പർവൈസേഴ്സ് ആണ്, നെക്സ്റ്റ് ഇമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ കൃത്യമായിട്ട് നാളെ മറ്റന്നാള് വരുന്ന 4-5 ദിവസത്തിലെ മാക്സിമം ഈ വർക്ക് നടക്കണം. സോ അതാണ് താങ്കളോട് എല്ലാം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ബാക്കി മിസ്റ്റർ ശിവലാൽ ആൻഡ് കൃഷ്ണദാസ് അവരെ സംസാരിക്കും. സാറേ, BLO സൂപ്പർവൈസർമാരെ മറ്റേ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിട്ടോ? മൊത്തം ഞാൻ പറഞ്ഞല്ലോ, ഈ ചോദ്യങ്ങളെല്ലാം താങ്കൾ ജില്ലാ കളക്ടർമാരോട് ചോദിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ സംബന്ധിച്ചിടത്തോളം, CEO സംബന്ധിച്ചിടത്തോളം, ജില്ലാ കളക്ടർമാർ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളതുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ തീരുമാനിക്കുന്നത്. ആർക്ക് ഒഴിവാക്കണം, ആർക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതല്ല അവരുടെ റോളാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ ഡ്യൂട്ടി ഉണ്ടോ? BLO സൂപ്പർവൈസർമാരെയാണ് സെക്ടറൽ ഓഫീസറായിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത്. സെക്ടർ ഓഫീസർ വരാൻ പോകുന്നത് എപ്പോ ആണ്? ഇപ്പൊ മീറ്റിംഗ്, ഇന്ന് തന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം പാരലൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളപ്പോ ഈ മീറ്റിംഗിലാണ് അറ്റൻഡ് ചെയ്തേക്കുന്നത്. ഇല്ല, അത് കുഴപ്പമില്ല. താങ്കൾ ജില്ലാ കളക്ടറോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നിങ്ങൾ ഈ ഡ്രോപ്പ് വരെ നിങ്ങൾ എല്ലാവരും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും താങ്കൾക്ക് വരാൻ പോകുന്ന ഡ്യൂട്ടീസ് 2 ആയിരിക്കും. ആദ്യമായിട്ടുള്ളത് ട്രെയിനിങ്. ആ ട്രെയിനിങ് മേ ബി 2 days ഇല്ല 3 days ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും BLOയുടെ കൂടെ പോകുന്നില്ലല്ലോ, നിങ്ങൾ ഓൺലി മോണിറ്ററിംഗ് സൂപ്പർവിഷൻ ചെയ്യുന്നു. അത് നിങ്ങൾ എപ്പോ വേണമെങ്കിലും ചെയ്യാം. അതാണ് ഫസ്റ്റ്. സെക്കൻഡ്, ഡ്യൂട്ടി വന്നാലും ഇത് നമ്മുടെ 4-ാം തീയതി കാണിട്ടേ വരത്തുള്ളൂ എലക്ഷൻ. ആ സമയത്തായിരിക്കും തങ്ങളുടെ ഡ്യൂട്ടി. ആ സമയത്ത് നമ്മുടെ വെരിഫിക്കേഷൻ ആ ഭാഗം വേറെ ആയിരിക്കും. സോ ഈ ഫോം ഡിസ്ട്രിബ്യൂഷൻ കാര്യം പൂർത്തിയായിരിക്കും. സോ അങ്ങനെ ഒരു ഓവർലാപ്പ് വരത്തില്ല.
സോ അങ്ങനെയാണ്. സോ നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജോലി. രാവിലെ നോക്കണം എല്ലാ ഫീൽഡിലേക്ക് പോയോ, ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്, എത്ര നമ്പേഴ്സ് പോയി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എവറി 2 hours 3 hours വിളിച്ചിട്ട് ചോദിക്കണം. അവസാനത്ത് അവർക്ക് പ്രയാസമുണ്ടോ എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. യു ആർ നോട്ട് ഗോയിങ് ടു ദ ഫീൽഡ്. മേ ബി റാൻഡം വിസിറ്റ്സ് പോയിന്റ് വരും എന്നുള്ളതല്ലാതെ താങ്കൾ അവരുടെ കൂടെ ഒന്നും പോകുന്നില്ലല്ലോ. സോ അത് നിങ്ങൾ യു ക്രിയേറ്റ് എ മെക്കാനിസം ടു മോണിറ്റർ ദ എൻറ്റയർ ആക്ടിവിറ്റി. സാർ, റിലേഷൻ പറയുമ്പോഴത്തേക്ക് കോൺവെന്റിൽ താമസിക്കുന്നവര് അവിടെ റിലേഷൻ പറഞ്ഞിരിക്കുന്ന മദർ സുപ്പീരിയർ എന്നാണ്. അപ്പൊ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? സാർ കേൾക്കാമോ? കൃഷ്ണദാസ് ആൻഡ് ശിവലാൽ, യു ക്യാൻ ടേക്ക് ഓവർ. ഓക്കെ സാർ, താങ്ക്സ്. ഇപ്പൊ ചോദിച്ചത് സാർ, ഇപ്പൊ ഇങ്ങനെ കോൺവെന്റുകളില് അവരുടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് മദർ സുപ്പീരിയർ ആണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുമോ സാർ? അല്ല, അങ്ങനെ കോൺവെന്റുകള് പല സ്ഥലത്തായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ കോൺവെന്റിൽ അവർ റിലേഷൻ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് മദർ സുപ്പീരിയർ എന്നാണ് അവരെയാണ് പറഞ്ഞേക്കണം. അപ്പൊ അത് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഈ കോൺവെന്റിലെ അന്തേവാസികൾ എന്ന് പറയുന്നത് അവർക്ക് 2002 അവർക്ക് ബന്ധുക്കൾ ഉണ്ടാവില്ലേ? ഇല്ല, അതിലും ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കോൺവെന്റിലെ സുപ്പീരിയർ എന്നാണ് അന്നും പറഞ്ഞിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. 2002 അങ്ങനെ പറഞ്ഞെന്നാണ് BLO പറയുന്നത്. കോൺവെന്റിൽ തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അന്തേവാസികളായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് സാർ പറഞ്ഞത്. നമുക്ക് ഡയറക്ഷൻ കൊടുത്താലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അവിടെ 3-4-5 കോൺവെന്റ് ഉണ്ട്. മദർ സുപ്പീരിയറിന്റെ കാര്യമല്ലേ പറയുന്നത്? മദർ സുപ്പീരിയറിന്റെ കാര്യം സാർ. ശരി സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ? സാർ, ഈ തമിഴ്നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു വന്നവരുടേതാണെങ്കിൽ ഭാര്യ ഭർത്താവ് എടുക്കാമല്ലോ അല്ലേ സാർ? എടുക്കാമല്ലോ. സാറേ, ഒരു കുടുംബം മൊത്തമായിട്ട് വന്നുണ്ട് സാറേ തമിഴ്നാട്ടിൽ നിന്ന്. ഓക്കെ, അവര് 2002 പട്ടിക നോക്കും. നമ്മളെ പട്ടികയിലില്ലെങ്കിൽ തമിഴ്നാടിന്റെ പട്ടികയിൽ അവരുണ്ടാവണം. 2000 അവിടെ ലാസ്റ്റ് SIR നടന്ന പട്ടിക നമുക്ക് പരിശോധിക്കാം. സാറേ, അത് ഓൺലൈനിൽ തമിഴൊക്കെ ആയിരിക്കില്ലേ സാറേ? അത് അവരെ കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെ അവരുടെ ഭാഷയിലായിരിക്കും പ്രീവിയസ് SIRന്റെ ഉണ്ടാവും. അത് യൂസ് ചെയ്യാം. തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ അത് ഇയറൊക്കെ കൺവിൻസ് ചെയ്യാൻ മതി. വേറെ വിഷയമൊന്നുമില്ല. അവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ളത് അന്നത്തെ പട്ടികയിൽ അവർ വെരിഫൈഡ് ആണെങ്കിൽ ആ കാര്യം പറഞ്ഞു. അതുപോലെ എനിക്ക് 1-2 കോൾ വരുന്നതാണ് സാർ. മറ്റു ബൂത്തുകളിൽ അവര് താമസം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. അപ്പൊ ഇവിടുത്തെ BLO അവർക്കുള്ള ഫോംസ് കൊടുക്കില്ലല്ലോ സാർ, മറ്റു ജില്ലകളിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് അവിടുത്തെ ബൂത്തിൽ നിന്ന് നിങ്ങളുടെ ബന്ധുക്കൾ വഴി ഒന്ന് കൈപ്പറ്റാനായിട്ട് പറഞ്ഞു. ആ പറഞ്ഞതിൽ തെറ്റുണ്ടോ സാർ? അങ്ങനല്ല, നിങ്ങൾ പറയുന്നത് മറ്റൊരു ജില്ലയിലുള്ള ആള് ഇവിടെ വന്ന് താമസം ഷിഫ്റ്റ് ചെയ്തു അല്ലേ? പക്ഷെ വോട്ടർ പട്ടികയിൽ പേര് മാറ്റിയിട്ടില്ല. അതല്ലേ ഇഷ്യൂ? അതാണ് സാർ, അതാണ്. അങ്ങനെയുള്ള കാര്യത്തില് നമുക്കിപ്പോ അവിടെ ആയിരിക്കും അവരുടെ എന്യൂമറേഷൻ ഫോം ക്രിയേറ്റ് ചെയ്ത് അവിടെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അവിടുത്തെ BLO ആയിട്ട് ഇവരുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. എവിടെയാണോ അവർക്ക് വോട്ടുള്ളത്, നിലവിൽ ഇലക്ടറൽ റോളിൽ പേരുള്ളത്, അവിടെയുള്ള BLO ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഡ്രാഫ്റ്റിന് ശേഷം മാത്രമേ നമുക്കിനി സാധ്യമാവും. ഷിഫ്റ്റിംഗ് ആയാലും ന്യൂ എൻറോൾമെന്റ് ആയാലും ബാക്കി കറക്ഷൻ ആയാലും. സാർ, ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ? അത് ഇതല്ല. ഹലോ സാർ, അതല്ല നമുക്കിപ്പോ വേറെ വിഷയം. ഞാനിപ്പോ ഒരു വില്ലേജ് ഓഫീസറാണ്. എനിക്ക് വേറൊരു വില്ലേജിലെ ഒരു 10 ബൂത്താണ് എനിക്ക് BLO സൂപ്പർവൈസർ തന്നിരിക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കലായിട്ട് എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അതൊന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ സാർ? ഇല്ല, നിലവിൽ നമ്മളിപ്പോ അതായത് ഞാൻ BLO എന്ന് പറയുന്ന ഡ്യൂട്ടി ചെയ്യുന്ന ഞാൻ ഒരു വില്ലേജിലും സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ഡ്യൂട്ടി ചെയ്യുന്നത് വേറൊരു വില്ലേജിലുമാണ്. അപ്പൊ എനിക്കിപ്പോ എന്റെ വില്ലേജിൽ 20 ബൂത്തുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു വില്ലേജിൽ 10 ബൂത്താണ് സൂപ്പർവൈസർ തന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് രണ്ടും കൂടെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല.
എനിക്ക് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് അതിലുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് മതിയായ ഈ BLO സൂപ്പർവൈസർ ഡ്യൂട്ടിക്ക് എടുക്കാൻ വേണ്ടി ഇപ്പം ബൂത്തുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വില്ലേജ് ഓഫീസർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോ നമുക്ക് വില്ലേജ് എന്ന് പറഞ്ഞൊരു ഇത് വെക്കാൻ പറ്റില്ല. കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം CEO, DEO, ERO, അത് കഴിഞ്ഞ് പോളിംഗ് സ്റ്റേഷൻ ഏരിയ, ഒരു LAC, അതിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ ഏരിയ എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നുകിൽ നിങ്ങളുടെ വില്ലേജിന്റെ പരിധിയിലുള്ള ഇത് അനുവദിക്കാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ മതിയായിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ട്, ഹെഡ് ക്ലർക്ക് തസ്തികയിലുള്ള ആളുകളെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ സാർ, ഓക്കെ. അത് നമ്മുടെ DOPക്കായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. ശരി സാർ, ഓക്കെ, താങ്ക് യു സാർ. അതുപോലെ നമ്മുടെ വില്ലേജിലും ഒരു പ്രശ്നമുണ്ട് സാർ. അതായത് നമ്മുടെ വില്ലേജിൽ ഒരു SVOയ്ക്ക് 15 ബൂത്താണ് സാർ ഇപ്പൊ സൂപ്പർവൈസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്, 2 മണ്ഡലമായിട്ട്. മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത്, മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് സി ഓഫീസിൽ നിന്നുള്ള ഡയറക്ഷൻ വന്നിട്ടുള്ളത്. 10 മുതൽ 12 വരെ ബൂത്തുകളാണ് ഒരു BLO സൂപ്പർവൈസർക്ക് അസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് നടക്കുകയുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ SIRന്റെ പരിധിയിൽ പോലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ കമ്മീഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ വില്ലേജ് ഓഫീസർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, അത് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്കറിയാം, സീനിയർ ക്ലർക്കാണ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എന്നൊക്കെ അറിയാം. സാധാരണ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നോൺ ഗസ്റ്റഡ് ജൂനിയർ സൂപ്രണ്ട് വരെയുള്ള, ഡെപ്യൂട്ടി തഹസിൽദാർ റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥർ BLOമാരായിട്ട് ഉണ്ട്. അപ്പോ അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആകുമ്പോഴത്തേന് സ്വാഭാവികമായും വില്ലേജ് ഓഫീസർ, ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ആ ഒരു കേഡറിലെങ്കിലും വരണം. അതിൽ മതിയായ ആളുകൾ ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് അതർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം, അതുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ശരി സാർ. ഹലോ പറഞ്ഞോളൂ സാർ. സാർ, ഈ 2005 ലിസ്റ്റിൽ വരുന്ന ആള് 2002 വരുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ID കാർഡ് എന്തെങ്കിലും വെച്ച് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും സാർ? അല്ല, ഒന്ന് നമ്മുടെ CO വെബ്സൈറ്റിൽ തന്നെ അതിനുള്ള സംവിധാനമുണ്ട്. 2005 പട്ടികയിലുള്ള ആള് അല്ലെ? 2025 അതല്ല ഉദ്ദേശിച്ചത്. അതെ, 2025 ഉള്ളത്. ഇത് 2002 ലിസ്റ്റുമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടോന്ന് അറിയാനായിട്ട് വഴി CEO കേരള വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. 2002 പട്ടിക അതിലുണ്ട്. അതിൽ സെർച്ച് ഓപ്ഷനിൽ മലയാളത്തിൽ ആ ആളുടെ പേര് അടിച്ചു കൊടുത്താൽ ആ LACയിലുള്ള മുഴുവൻ ആ പേരുള്ള ആളുകളിൽ നിങ്ങൾക്ക് അതിൽ ലിസ്റ്റ് ചെയ്ത് വരും. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള എൻട്രി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. മറ്റു സംസ്ഥാനങ്ങളും ചെയ്യാത്ത അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സെർച്ച് ഓപ്ഷൻ. അത് കറക്റ്റ് ആണ് സാർ. ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് ഇതായിട്ട് വന്നില്ലായിരുന്നു. അത് കൃത്യമായിട്ട് കിട്ടുമല്ലോ അല്ലേ അങ്ങനെ കൊടുത്താൽ? തീർച്ചയായിട്ടും കിട്ടും. പട്ടികയിലുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ സാറേ, ഈ നമ്മളിപ്പോ ശേഖരിക്കുന്ന ഫോമുകൾ, ഹലോ പറഞ്ഞോളൂ. ഈ ശേഖരിക്കുന്ന ഫോമുകളില് ആ രേഖപ്പെടുന്ന ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ മാപ്പിങ്ങിലൂടെ അല്ലേ? ഒന്നെങ്കിൽ പ്രോജനി മാപ്പിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഈ 2002 ഡയറക്റ്റ് മാച്ചിങ്ങിലൂടെ അല്ലേ നമ്മൾ സൈറ്റിലേക്ക് ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്? അപ്ലോഡിംഗ് സംബന്ധിച്ചുള്ള നിർദ്ദേശം വന്നിട്ടില്ല. അത് പിന്നാലെ വരുള്ളൂ. നമ്മളിപ്പോ ഡാറ്റ കളക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ഫോം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമ്മീഷൻ നമ്മൾ പറയുള്ളൂ. സാർ, സംശയം ചോദിക്കാൻ കാര്യം, ഇതിനകത്ത് ഈ പ്രോജനിയിൽ ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ ഒരു ലേഡിയുടെ നമ്മൾ ഭർത്താവ് എന്ന് എഴുതും. പക്ഷെ ആ കാര്യം നമ്മുടെ ഈ പ്രോജനി മാപ്പിംഗിൽ ഭർത്താവ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ സംശയം ചോദിക്കാൻ കാര്യം. അതാ സാർ നേരത്തെ തന്നെ സാർ പറഞ്ഞല്ലോ, അത് ഈ അതിലേക്ക് അതർ റിലേറ്റീവ്സ് ഉള്ള ആ ഒരു ഓപ്ഷനും കൂടെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോ നിലവിൽ അത് ഫിസിക്കലി എഴുതിയെടുക്കുക എന്ന് മാത്രമേ നിർവാഹമുള്ളൂ. അതെ. അപ്പൊ നിലവിൽ നമ്മളിപ്പം ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പറഞ്ഞ സമയത്തുള്ളിൽ നമ്മളത് തിരിച്ച് എടുക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ സാറേ ഞാൻ ചോദിക്കാൻ കാര്യം, നമ്മൾ ഈ മാപ്പിംഗ് എന്ന് പറയുന്ന ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് ഞാൻ ഒരു ഡിഫിക്കൽട്ടിയാണ് ചൂണ്ടിക്കാണിച്ചത്. കാര്യം നമുക്കിപ്പോ എഴുതി വെക്കുന്നത് ചിലപ്പോൾ ഒരു ലേഡിയുടെ നമ്മൾ ഭർത്താവ് എന്നായിരിക്കും റിലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ഓൺലൈനിൽ ഇത് പ്രോജനി നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് നിലവിലില്ല. അപ്പൊ നമ്മൾ ഈ പ്രോജനി മാപ്പിംഗ് വീണ്ടും ഡിലേ ആവില്ലേ അങ്ങനെ വരുമ്പോൾ? ഹലോ
ഹലോ, കേൾക്കുന്നുണ്ടോ ബിജു? പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. സാറേ, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ സാറ്? ഈ പ്രൊജനി മാപ്പിംഗ് അല്ല സാറേ, നമ്മളിപ്പോ നിലവിൽ ഒരു ഫോം നമ്മൾ കൊടുക്കുകയാണ്. അപ്പം ഈ 2002 നമുക്ക് പിന്നെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പ്രോജനിയുടെ സൈറ്റിൽ നമ്മൾ എഴുതി ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഭർത്താവ്, നമ്മൾ റിലേറ്റീവിന് എഴുതുമ്പോൾ ഭർത്താവ് എന്ന് എഴുതി. പക്ഷെ നമ്മളത് ഓൺലൈനിൽ അതേ സമയം തന്നെ നമ്മൾ ഓൺലൈനിലും ഇതിന്റെ ആപ്പില് അതിനുള്ള പ്രൊവിഷൻ വരും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ആപ്പിൽ അതിനുള്ള പ്രൊവിഷൻ വരും. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നു. എന്തായാലും ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ മാപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഫോമിലും ഈ കാര്യങ്ങളെല്ലാം എഴുതി കളക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇതെല്ലാം ടെക്നിക്കൽ ഇഷ്യൂസ് കുറച്ചുണ്ട്. അതെല്ലാം നമ്മൾ യഥാസമയം തന്നെ TCSനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ഫിസിക്കലി ഇത് മാത്രമേ, ഈ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ കഴിയുള്ളൂ അല്ലെ? അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. ശിവലാൽ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറേ, ഒരു സംശയം. ഞാൻ 101 BLA ആണ്. പക്ഷെ എനിക്ക് എന്റെ ഓഫീസില് 6യുടെ കൂടെ ഒരു ഡ്യൂട്ടി ഇട്ട് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. സാർ, അതിൽ നിന്ന് ഒഴിവാകാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? അതോ ഇതാണ് ഒഴിവാകേണ്ടത്? എന്താണ് സാർ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് DO നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാണ്. നിങ്ങളുടെ DO എല്ലാ DOമാർക്കും അതിനുള്ള കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ അതിനനുസരിച്ച് ആരെയാണോ വേണ്ടത്, ഏതാണോ ഒഴിവാക്കേണ്ടത്, ആരെയാണോ ഉൾപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം DO തലത്തിൽ തന്നെ തീരുമാനം എടുക്കുന്നതാണ്. നിങ്ങൾ അവരെ സമീപിക്കാം. നിങ്ങൾക്ക് അവരെ സമീപിക്കാം, DO സമീപിക്കാം. ഓക്കെ. ശരി. ഹലോ, പറഞ്ഞോ. ഞാൻ 1 മുതൽ 11 മുതൽ 20 വരെയുള്ള ബൂത്തിന്റെ സൂപ്പർവൈസറാണ് സാറ്. അതില് ഒരാളുടെ 25 വോട്ടർ പട്ടികയില് പേരുണ്ട് പുള്ളി. പക്ഷെ ഈ നോമിനേഷൻ ഫോം കൊടുക്കാനില്ല അവർക്ക്. അത് തരും. അത് പ്രിന്റഡ് ഫോംസ് ഇന്ന് രാത്രിയോട് കൂടി 100% ഫോംസ് അത് ER ഓഫീസുകളിൽ എത്തി കേട്ടോ. അത് നാളെ തൊട്ട് നിങ്ങൾക്ക് കൊടുക്കാം. മുഴുവൻ വോട്ടർമാർക്കും ഫോം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും കേട്ടോ. അത് അങ്ങനെ ഫോം കിട്ടാത്ത കേസുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പ്രോസസിന്റെ ഉള്ളിൽ ഫോം കിട്ടാത്ത കേസുകളെല്ലാം തന്നെ നിങ്ങൾ യഥാസമയം ശ്രദ്ധയിൽപ്പെടുത്തുക, EROയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. മുഴുവൻ ആളുകളും ഇതിന്റെ ഭാഗമാണ്. നമ്മളെ പട്ടികയിലുള്ള മുഴുവൻ ആളുകൾക്കും ഫോം നമ്മൾ 2 കോപ്പി വീതം പ്രിന്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ BLOമാരുടെ ഡ്യൂട്ടി. ഓക്കെ സാർ, ഇടയ്ക്കുള്ള ഫോം മിസ്സിംഗ് കേസുകളെ നമുക്ക് പ്രിന്റ് എടുക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ER ഓഫീസില്? പ്രിന്റ് എടുക്കണ്ട. അത് മിസ്സിംഗ് കേസുകൾ കാണുമല്ലോ, മുഴുവൻ ആളുകൾക്കും പ്രിന്റ് ചെയ്യുന്നുണ്ട്. മിസ്സിംഗ് കേസുകൾ എങ്ങനെയാണെന്നുള്ള വെച്ചാൽ ബാക്കിയുള്ള ഫോം കൂടി കിട്ടിയതിന് ശേഷം, അതായത് ഒരുപക്ഷെ സപ്ലിമെന്റ് ആയിട്ട് പേര് ചേർക്കപ്പെട്ട ആളുകളുടെ അവസാനമായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. അതുകൊണ്ടായിരിക്കും മിസ്സിംഗ് എന്ന് തോന്നുന്നത്. എന്തായാലും മുഴുവൻ ഫോംസ് കിട്ടിയതിന് ശേഷം മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് ടേക്ക് ചെയ്യാം. സാറേ, ഒരു BLA ചോദിക്കുന്നത് ഫോം വാങ്ങിക്കാൻ ചെല്ലുമ്പോ ക്ലിയർ ആയില്ല. അതെന്താണ് ക്ലിയർ ആയില്ല? നമുക്ക് ഹലോ സാർ, ഒരു സംശയം. അതായത് ഈ 2002 വോട്ടർ പട്ടികയില് ഇയാളുടെ ബന്ധുക്കള് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സീരിയൽ നമ്പരും പിന്നെ പാർട്ട് നമ്പരൊക്കെ ഇതിനകത്ത് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതോ പേരും എപ്പിക് നമ്പരും മാത്രം മേടിച്ചാൽ മതിയോ? എല്ലാ ഡീറ്റെയിൽസും അതിൽ ചോദിച്ചു അതിലുള്ള കോളങ്ങളെല്ലാം പൂരിപ്പിച്ചാൽ മതി. അതിൽ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ, പഴയ പട്ടികയുടെ ഏത് മണ്ഡലം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം ക്ലിയർ ആയില്ല. എല്ലാ ഡീറ്റെയിൽ ആ ഫോമിൽ ഉള്ള കോളങ്ങളിൽ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ചാൽ മതി. നിങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ള പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ, LSC ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിൽ വരുന്നുണ്ട്. സാർ, ഒരു BLO ഫോം വാങ്ങിക്കാൻ ചെല്ലുമ്പോഴേ വീട്ടുകാർ ഫോം വാങ്ങിക്കാതെ നിസ്സാരണം തുടങ്ങുന്നു. അത്തരം കേസുകൾ എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾ അവരോട് പറയാ, കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീട്ടിലോട്ട് അത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഈ ഫോം തിരികെ തന്നാലും മാത്രമേ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുന്ന കാര്യം മനസ്സിലാക്കുക. പറഞ്ഞു ബോധ്യപ്പെടുത്തണം. കാരണം ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളല്ല നിങ്ങളോടൊപ്പം വരുന്നത്. അത് ആബ്സെന്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ ചോദിക്കുന്നത് BLO. ഡിസ്ട്രിബ്യൂഷൻ ഒരാൾ ഫോം വാങ്ങിക്കുന്നില്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഫോമായി മാറില്ലേ സ്വാഭാവികമായിട്ടും. ഒരു തരത്തിൽ സഹകരിക്കുന്നില്ല അവര്. അത് അവർ പറഞ്ഞ് മനസ്സിലാക്കുക. രാഷ്ട്രീയ പാർട്ടികളൊക്കെ സഹകരണം വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവരൊക്കെ പറഞ്ഞ് അവരോടൊക്കെ എല്ലാം പറയാം. നമുക്ക് അത്രേ ചെയ്യാൻ പറ്റും. നമുക്ക് അവർ വാങ്ങിക്കുന്നില്ലെങ്കിൽ നിർബന്ധിച്ചിരിക്കാനും പറ്റില്ല. അവരെ വാങ്ങിക്കുക, പൂരിപ്പിച്ച് വാങ്ങിക്കുക. ഈ 2 പ്രോസസ് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ സാർ, താങ്ക് യു. നേരത്തെ പറഞ്ഞത് ക്ലിയർ ആയില്ല, നെറ്റ് കട്ടായിട്ട് ക്ലിയർ ആയില്ല. എന്നാണ് പറയുമ്പോൾ സാറേ മറ്റു കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. സാർ, നെറ്റ് കട്ടായത് കാരണം നേരത്തെ പറഞ്ഞ മറുപടി ക്ലിയർ ആയില്ല സാർ. ഒന്ന് പറയാമോ ഒന്നുകൂടെ?
എഴുതേണ്ടതായിട്ടുണ്ടോ എഴുതേണ്ടതായിട്ടുണ്ടോ ഫോമിനകത്ത്? കട്ടായിരുന്നു. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു സാർ. ഫോം കണ്ടു കാണുമല്ലോ ദീപ്. എലിമിനേഷൻ ഫോം മൊത്തത്തിൽ വായിച്ചിരുന്നെങ്കിൽ ഈ സംശയം കാണൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ദീപു എനിക്ക് തോന്നുന്നു BLO ആണെന്ന് തോന്നുന്നു. BLO സൂപ്പർവൈസറും അല്ല. അതെ സാർ ഒരു ഡൗട്ടോടെ ചോദിച്ചോട്ടെ. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഈ പറഞ്ഞ മുൻഗാമികളുടെ ഡീറ്റെയിൽസ് കിട്ടിയില്ലെങ്കിൽ ഭർത്താവിന്റെ പേര് എഴുതാമെന്ന് പറഞ്ഞു. അതേസമയം പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ മുൻഗാമികൾക്ക് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പകരം ഒരു നിവൃത്തിയില്ലാത്ത കേസുകളിൽ ഭാര്യയുടെ പേര് എഴുതാമോ? ഭാര്യയുടെ 2002 ഡീറ്റെയിൽസ് പോകാമോ? 2002 പേരുണ്ടെങ്കിലോ മതി. നമ്മൾ പറഞ്ഞ 2002 പട്ടികയായിട്ട് അവർക്ക് എങ്ങനെയാണോ കണക്ട് ചെയ്യാൻ പറ്റുക ആ ഡീറ്റെയിൽസ് നിങ്ങൾ കൈപിടിച്ച് കൊടുക്കുക. ബാക്കി ഇതിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. ഇവരായിട്ടുള്ള ബന്ധം കാര്യങ്ങൾ എന്തെങ്കിലും ഇയാൾക്ക് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം ഹിയറിംഗ് നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്തി ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. ഓക്കെ സാർ ഒരു കാര്യം കൂടെ. ഹലോ സാർ. ഹലോ സാർ. ഒരു കാര്യം, ഈ നമ്മൾ ഫോം സാർ ഒരു കാര്യം കൂടെ. ഈ ഫോം നമ്മൾ തിരികെ വാങ്ങുമ്പോഴാണ് സ്കാൻ ചെയ്യേണ്ടത്? അതായത് പിന്നാലെ ഇൻസ്ട്രക്ഷൻ വരും. സ്കാൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ബില്ലുമാർക്ക് ഉൾപ്പെടെയുള്ള സംശയമുണ്ട്. കാര്യത്തിൽ കമ്മീഷൻ ഗൈഡ്ലൈൻസ് വരും. ആ സമയത്ത് നമുക്ക് അതിൽ വീണ്ടും വീഴ്ച എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും 11-ാം തീയതിക്കുള്ളിൽ നമ്മൾ പരിപൂർണമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളിപ്പോ അതിലേക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തുടർന്നുള്ള കമ്മീഷൻ വരുന്ന ഡെവലപ്മെന്റ് യഥാസമയം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് VC കൂടി നിങ്ങളെ വിളിക്കും. നിങ്ങൾ COs തന്നെ നേരിട്ട് VC നമുക്ക് എടുക്കാം. അതിൽ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസും കമ്മീഷന്റെ പുതിയ ഇൻഫർമേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ സാർ, ഈ പറഞ്ഞ നമ്മൾ ഈ ഇന്നത്തെ VC-യിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പരിധിയിൽ വരുന്ന BLO-മാർക്ക് 10 മുതൽ 12 നമ്മൾ പറഞ്ഞില്ല, ആ BLO-മാർ എത്ര പേരാണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ കൂടെയുള്ള BLO-മാർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുക. അവരായിരിക്കും പബ്ലിക്കിനെ നേരിടേണ്ടി വരുന്നത്. പിന്നെ പബ്ലിക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും. അപ്പൊ നമ്മൾ പരമാവധി നമുക്ക് ഈ സംശയങ്ങളെല്ലാം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സാറേ, ഇതിന്റെ ഒരു വോയിസ് നോട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ സാറേ. വോയിസ് റെക്കോർഡിംഗ് വോയിസ് നോട്ടിന്റെ ഒരു ആവശ്യമേ ഇല്ല. ബഹുമാനപ്പെട്ട CEO തന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് പബ്ലിക്കിന്റെ എല്ലാവിധ സംശയങ്ങൾക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങൾ വഴിയും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതെല്ലാം ഒന്നുകൂടെ കേട്ടു നോക്കും. സാർ, പല BLO-മാരും ഒരു അഭിപ്രായം പറയുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ട് ബൂത്തുകളിൽ വെച്ചിട്ടുള്ളവര് സഹകരിക്കുന്നില്ല എന്നൊരു അഭിപ്രായം പല BLO-മാരും ഫീൽഡിൽ പോകുമ്പോൾ പറയുന്നുണ്ട്. കാരണം അവർക്കാണ് കുറച്ചുകൂടെ ആയവരെ അറിയാവുന്നുള്ളത്. അങ്ങനെ നാളെ ഇപ്പം സ്റ്റേറ്റ് ലെവൽ പൊളിറ്റിക്കൽ പാർട്ടി അതോടൊപ്പം തന്നെ കൂടുതൽ BLA-മാർ നിയമിക്കാനുള്ള നിർദ്ദേശം, BLA-മാർ സഹകരിക്കണം എന്നുള്ള നിർദ്ദേശവും കമ്മീഷന് രാഷ്ട്രീയ കൊടുത്തിട്ടുണ്ട്. CO കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ തന്നിട്ടുള്ള BLA-മാരെ വിളിക്കുമ്പോഴേക്കും അവര് അതിലില്ല, വേറെ പാർട്ടിയില എന്നാണ് പറയുന്നത്. ഓക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലും ശരി. അപ്പൊ